ഹായ് എവ്രി വൺ. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ വൈ ദുബായിയെ കുറിച്ചാണ് സംസാരിച്ചത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഫ്രീക്വൻ്റ്ലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോറിനറിന് ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഇസ് വെരി സിമ്പിൾ, യെസ് ദേ ക്യാൻ. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ ഒരു ഫോറിനർ ഇവിടെ പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ ഇവിടുത്തെ ലോസും കാര്യങ്ങളും എല്ലാം ഭയങ്കര റെഗുലേറ്റഡ് ആയതുകൊണ്ട് വെറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ദുബായിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസും പിന്നെ വരുന്നത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്. ലീസ് ഹോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 99 ഇയേഴ്സിന് ഓണർഷിപ്പാണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കണം. വേറാസ് ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ അവിടുത്തെ നാഷണാലിറ്റി എങ്ങനെയാണോ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് അതേ കണക്ക് നമുക്ക് പ്രോപ്പർട്ടി മേടിച്ച് നമ്മുടെ ജനറേഷൻ ബൈ ജനറേഷൻ നമുക്കത് പാസ് ഓൺ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനകത്ത് റെന്റ് ഔട്ട് കാര്യങ്ങൾ പിന്നെ അത് റീസെയിൽ ചെയ്യാനും എല്ലാം നമുക്ക് ഫെസിലിറ്റി ഉണ്ട്. ദുബായിൽ 2 ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഓഫ് പ്ലാനും റെഡി ടു മൂനും. അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു റെഡി ടു മൂവിൻ പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് ദുബായ് മോർഗേജ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ദുബായിൽ ഒരു റെസിഡന്റ് ആണെങ്കിൽ അപ് ടു 80% നമുക്ക് മോർഗേജ് കിട്ടും. ഇപ്പോൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ 40 to 50% വരെ നമുക്ക് മോർഗേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടി ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് ബാക്കി നമുക്ക് മോർഗേജ് ഓപ്ഷനിലും പോകാം. അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടാണ് ദുബായ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഫസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് അവർ പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മളും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചും കാര്യങ്ങളും ചെയ്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും ഇമെയിൽ ID അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നത് വഴി ആ പ്രോപ്പർട്ടി നമ്മുടെ പേരിലാവുകയാണ്. പിന്നെ ദുബായിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെ വർത്ത് എന്ന് പറഞ്ഞാൽ ഒരു 750K ദിർഹംസ് എബോവ് ആണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊരു റിന്യൂവബിൾ വിസയാണ്. അതേ കണക്കൊരു 2 മില്യൺ എബോവ് ആയിട്ടുള്ള നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡൻ വിസ, 10 വർഷത്തേക്ക് ഗോൾഡൻ വിസ, അത് നമുക്ക് നമ്മുടെ ഫാമിലിക്കും നമുക്ക് ആർക്ക് സ്പോൺസർ ചെയ്യാനും കാര്യങ്ങളും പിന്നെ അത് 10 വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിന്യൂ ചെയ്യാനുള്ള വിസയും കൂടാണ്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ദുബായ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് ദുബായ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത്. ദുബായ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ എൻട്രി ടു ദ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വറീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഐ ആം റൈറ്റ് ഹിയർ ടു ഹെൽപ്പ് യു. എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.